നാളെ പിണറായി വിജയന്റെ മകൾ ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് എത്തുകയാണ്. നിർണായക ചോദ്യം ചെയ്യലിലേക്കാണ് കേന്ദ്ര ഏജൻസികൾ നാളെ കടക്കാൻ പോകുന്നത്. അതിനുവേണ്ട ചോദ്യാവലി എല്ലാം തന്നെ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ റെഡിയാക്കി വച്ചിട്ടുണ്ട്. ഏകദേശം 16 ചോദ്യാവലിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ നാളെ വീണ വിജയൻ ഹാജരായില്ലെങ്കിൽ വീണ വിജയൻ കേസുമായി സഹകരിക്കുന്നില്ല എന്ന് ഇ.ഡി. കോടതിയിൽ അറിയിക്കും. അങ്ങനെ വരുമ്പോൾ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചുകൊണ്ട് വീണയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാണ് ഇ.ഡിയുടെ തീരുമാനം. നാളെ ഇ.ഡി. ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പൊരുത്തക്കേടുണ്ടായാലും കാര്യങ്ങൾ അറസ്റ്റിലേക്ക് തന്നെ എത്തും. CPM പ്രവർത്തകരോടാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിൽ ഇ.ഡി. റെയ്ഡിനെത്തിയ സമയത്ത് കാണിച്ചു കൂട്ടിയതുപോലെ നാളെ ഇ.ഡി. ഓഫീസിൽ, അതായത് കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിൽ ചെന്ന് കാണിച്ചു കൂട്ടാനാണ് ഭാവമെങ്കിൽ CRPF CPM പ്രവർത്തകരുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കും. വേണമെങ്കിൽ അവർ ആകാശത്തേക്ക് ഫയറും ചെയ്യും. കാരണം ഇ.ഡിയുടെ ഓഫീസിലേക്കാണ് കയറി ചെല്ലുമ്പോൾ സൂക്ഷിക്കുക. കാരണം അറസ്റ്റ് ചെയ്ത് അവർ നേരെ തിഹാർ ജയിലിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവനും ഒരു 10-20 വർഷത്തേക്ക് ഉള്ള വീടും വസ്തുക്കളും എല്ലാം വിറ്റ് പറക്കിയിട്ട് വേണം കേസിന് വേണ്ടി പോകാൻ. അതുകൊണ്ട് തന്നെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പണവും കരുതിയിട്ട് വേണം ഇ.ഡി. ഓഫീസിലേക്ക് പ്രതിഷേധം നടത്താൻ CPM പ്രവർത്തകർ ഒരുങ്ങുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പണവും കൂടെ കൈവശം വയ്ക്കുക. കാരണം പാർട്ടി എന്തായാലും നിങ്ങളെ സഹായിക്കില്ല എന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. നിലവിൽ മാസപ്പടി കേസിൽ നിർണായക ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുകയാണ്. എല്ലാം അന്തിമഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കരിമണൽ കമ്പനിയായ CMRL ജീവനക്കാർ ഇന്ന് ചോദ്യം ചെയ്യലിനായി ഹാജരാകും. പിണറായി വിജയന്റെ വീട്ടിലടക്കം പരിശോധന നടത്തി ശേഖരിച്ച തെളിവുകളുടെ അടക്കം അടിസ്ഥാനത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എസ്ലാലോജിക്കൽ കമ്പനി ഉടമയുമായ വീണ ടിയോട് നാളെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ.ഡി. നിർദ്ദേശം നൽകിയിരിക്കുന്നത്. CMRL MD ശശീന്ദ്രൻ കർത്തയും ജീവനക്കാരും അടക്കം 9 പേർക്കാണ് ആദ്യഘട്ട നോട്ടീസ് നൽകി ഇന്ന് ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയത്. കരിമണൽ കമ്പനിയിൽ നിന്ന് എന്തിന് പണം ലഭിച്ചു എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം ഹാജരാക്കാനാണ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടയ്ക്ക് ഇ.ഡി. നൽകിയ നിർദ്ദേശം. ഇല്ലാത്ത ചെലവുകൾ കാണിച്ച് 132 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് CMRLുമായി ബന്ധപ്പെട്ട് നടന്നുവെന്ന് SFIO കണ്ടെത്തിയതിനു പിന്നാലെ കള്ളപ്പണ ഇടപാടിലാണ് ഇ.ഡി. വീണ വിജയനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചത്. കമ്പനിയിൽ നിന്ന് വീണയ്ക്ക് 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ 2.78 കോടി രൂപയും എംപവർ ഇന്ത്യ ക്യാപിറ്റലിൽ നിന്ന് 50 ലക്ഷം വായ്പയായും ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലാണ് ഇ.ഡി. അന്വേഷണം നടക്കുന്നത്. വെള്ളിയാഴ്ച കൊച്ചി സോണൽ ഓഫീസിലാണ് വീണ രേഖകൾ സഹിതം ഹാജരാക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. CMRL MD ശശീന്ദ്രൻ കർത്ത, മകൻ ശരൺ S. കർത്ത, ശശീന്ദ്രൻ കർത്തയുടെ ഭാര്യ അടക്കമുള്ള കുടുംബാംഗങ്ങൾക്കും കമ്പനി ജീവനക്കാരായ ചീഫ് ഫിനാൻസ് ഓഫീസർ K. സുരേഷ് കുമാർ, സീനിയർ മാനേജർ NC ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ അഞ്ജു റേച്ചൽ കുരുവിള അടക്കമുള്ള ജീവനക്കാർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശശീന്ദ്രൻ കർത്ത തിങ്കളാഴ്ചയാണ് ഹാജരാകേണ്ടത്. നേരത്തെ 12 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 242 അക്കൗണ്ടുകളിലായി 18 കോടിയിലേറെ രൂപ മരവിപ്പിച്ചിരുന്നു. ഇതിൽ ധനലക്ഷ്മി ബാങ്ക്, HDFC ബാങ്ക് എന്നിവിടങ്ങളിൽ വീണയ്ക്കുള്ള 3 അക്കൗണ്ടുകളും ഉൾപ്പെടുന്നുണ്ട്. ഈ അക്കൗണ്ടുകൾ വഴിയാണ് വീണയും കരിമണൽ കമ്പനിയും ഇടപാടുകൾ നടത്തിയത്. എസ്ലാലോജിക്കലും അതോടൊപ്പം തന്നെ കരിമണൽ കമ്പനിയും തമ്മിലുള്ള എല്ലാ ഇടപാടുകളുടെയും രേഖകൾ ഇ.ഡിക്ക് അന്വേഷണത്തിനായി കൈമാറാൻ നേരത്തെ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾക്കും ഇതെല്ലാം വച്ചിട്ടായിരിക്കും ചോദ്യം ചെയ്യലിലേക്ക് ഇന്നും നാളെയും ഇ.ഡി. കടക്കുക. റെയ്ഡിനിടെ വീണ നൽകിയ പ്രാഥമിക മൊഴിയും നിലവിലെ തെളിവുകളും തമ്മിൽ നിരവധി പൊരുത്തക്കേടുകളുണ്ടെന്നാണ് ഇ.ഡിയുടെ കണ്ടെത്തൽ.